ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ക്രോഷ്യറ്റ് പോച്ച് സീരീസിൻ്റെ ഡേ 6 ആണിന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് മേക്ക് ചെയ്യാൻ പോകുന്നത് 6 ലോസഞ്ച് പൗച്ചാണ്. ഇത് അത്യാവശ്യം നോർമൽ സിമ്പിൾ സ്റ്റിച്ചാണ് നമ്മൾ ഈ ഒരു പൗച്ച് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. ഞാൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അക്രിലിക് യാണാണ്. അതുപോലെ തന്നെ 4mm ഹൂക്കാണ്. പിന്നെ അതുപോലെ നമുക്ക് സ്റ്റിച്ച് മാർക്കറും നീഡിലും സിസറും വേണം മെറ്റീരിയൽസ് ആയിട്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ സ്ലിപ്പ് നോട്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയിൻ ചെയ്യണം. ചെയിൻ ചെയ്യുന്നത് 16 ആണ്. ഓക്കെ, ചെയിൻ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് റൗണ്ട് 1 ആണ്. റോ 1ൽ നമ്മൾ സിംഗിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്, അതായത് നമ്മുടെ സെക്കൻഡ് ചെയിനിൽ. അതുപോലെ ബാക്ക് ലൂപ്പിലാണ് നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സെക്കൻഡ് ചെയിനിൽ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യാണ്. ഇത് ടിൽ എൻഡ് വരെ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യാം റോ 1ൽ. സോ നമ്മൾ റോ 1 ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയിൻ 2 ചെയ്ത് ടേൺ ചെയ്യാം. ഇനി നമുക്ക് റോ 2 സ്റ്റാർട്ട് ചെയ്യാം. റോ 2 സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ഫസ്റ്റ് സ്റ്റിച്ചിൽ ചെയ്യാണ്. അതായത് 2 ടൈംസ് നമ്മൾ ഡബിൾ ക്രോഷ്യ സെയിം ചെയിനിൽ തന്നെ ചെയ്യാണ്. അപ്പോൾ ഒരു കൺഫ്യൂസ്ഡ് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്ക് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് അത് കഴിഞ്ഞുള്ള സ്റ്റിച്ചിൽ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, ഹാഫ് ഡബിൾ ക്രോഷ്യ, അത് സെയിം ചെയിൻ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, ദെൻ ഹാഫ് ഡബിൾ ക്രോഷ്യ. ഇനി നെക്സ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ എഗെയിൻ ഇത് തന്നെ ചെയ്യും. ഇത് ടിൽ എൻഡ് വരെ നമ്മൾ ചെയ്യാം. അതായത് ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. എൻഡിൽ നമുക്ക് 2 സ്റ്റിച്ചസ് റിമെയിൻ കാണും. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ചിലൊന്നും ചെയ്യില്ല. അത് ലാസ്റ്റ് കാണുന്ന സ്റ്റിച്ചിൽ നമ്മൾ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാണ്. അങ്ങനെ നമ്മൾ റോ 2 കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയിൻ 2 ചെയ്ത് വർക്ക് ടേൺ ചെയ്യാം. റോ 3ൽ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാണ്. അതായത് 1 ഡബിൾ ക്രോഷ്യ ഇൻ ഫസ്റ്റ് സ്റ്റിച്ച്. ചെയിൻ 1,
ഇനി നമ്മൾ ചെയ്യുന്നത് 3 ടൈംസ് ഡബിൾ ക്രോഷ്യ ആണ്. അതായത് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ചെയിൻ സ്പേസിലില്ലേ, ആ ചെയിൻ 1 സ്പേസിലാണ് നമ്മൾ 3 ടൈംസ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് നമ്മൾ യാൺ ഓവർ ചെയ്തു, പിന്നെ 2 ലൂപ്സിൽ യാൺ ഓവർ ചെയ്തിട്ട് എഗെയിൻ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് എഗെയിൻ നമ്മൾ 2 ലൂപ്സ് യാൺ ഓവർ. ഇപ്പം നമുക്ക് 3 ലൂപ്സ് ഉണ്ട്. ഇനി 1 മോർ ടൈം നമ്മൾ യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്സ്. ഇനി നമുക്ക് 4 ലൂപ്സ് കാണില്ലേ, ഈ 4 ലൂപ്സ് ഒരുമിച്ച് ചെയ്യാം. ചെയിൻ 1 ചെയ്ത് നമ്മളത് കംപ്ലീറ്റ് ചെയ്യാം. ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. അതായത് 3 ടൈംസ് നമ്മൾ യാൺ ഓവർ ചെയ്യും. അതാണ് നമ്മൾ ഡബിൾ ക്രോഷ്യ, 3 ടൈംസ് ഡബിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. സോ ഇത് നമ്മൾ ടിൽ എൻഡ് വരെ തന്നെ ഇത് ചെയ്യുക. സോ നമ്മൾ എൻഡിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് 2 സ്റ്റിച്ചസ് ഉണ്ടായിരിക്കും. ആ 2 സ്റ്റിച്ചസിൽ നമ്മൾ ഡബിൾ ക്രോഷ്യ 2 ടുഗദർ നമ്മൾ ചെയ്യും. അതായത് ഫസ്റ്റ് കാണുന്ന സ്റ്റിച്ചിൽ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തു, യാൺ ഓവർ 2 ലൂപ്സ്. ദെൻ എഗെയിൻ നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് കാണുന്ന സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അതിന് ശേഷം യാൺ പുള്ളപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് കാണുന്ന 2 ലൂപ്സിൽ യാൺ ഓവർ ചെയ്തു. എഗെയിൻ നമ്മൾ ഫൈനലി 3 ലൂപ്സിൽ യാൺ ഓവർ ചെയ്യാം. സോ ഇതാണ് ഈ റോ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ചെയിൻ 1 വർക്ക് ടേൺ ചെയ്യാം. ഇനി നമ്മൾ റോ 4 ചെയ്യാണ്. റോ 4 ചെയ്യാനായിട്ട് ഫസ്റ്റ് സ്റ്റിച്ചിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഇനി നെക്സ്റ്റ് ചെയിൻ സ്പേസിൽ നമ്മൾ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, ചെയിൻ 1 ഹാഫ് ഡബിൾ ക്രോഷ്യ. ഇത് നമ്മൾ ചെയിൻ 1 ആ സ്പേസിൽ ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ്. അതായത് നമ്മൾ നേരത്തെ ചെയ്ത റോയുടെ ചെയിൻ 1 സ്പേസിലാണ് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ, ചെയിൻ 1 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. ഇത് ഈ ഒരു റോ കംപ്ലീറ്റായിട്ട് നമ്മൾ ചെയ്യാം. ആ സ്പേസ് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, കുറച്ച് വലിയ സ്പേസാണ്. ആ സ്പേസിലാണ് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുന്നത്. സോ നമ്മൾ എൻഡിൽ നമുക്ക് ഒരു സ്റ്റിച്ചാണുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് റോ 4 ഫിനിഷ് ചെയ്യാണ്. ഇനി ചെയിൻ 2 ടേൺ ചെയ്യാം. ഇനി നമ്മൾ റോ 5 ആണ്. റോ 5ൽ നമ്മൾ ചെയ്യുന്നത് ഡബിൾ ക്രോഷ്യ, അതായത് ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യാണ്. ഇനി നെക്സ്റ്റ് കാണുന്ന ചെയിൻ 1 സ്പേസിൽ നമ്മൾ 3 ടൈംസ് ഡബിൾ ക്രോഷ്യ ചെയ്യാണ്. yarn over, pull up the loop, yarn over, pull up the loop, 2 loops ആണ്. again നമ്മൾ yarn over. so 3 times കൗണ്ട് ചെയ്ത് ചെയ്താൽ മതി, അപ്പോൾ കൺഫ്യൂസ്ഡ് ആവത്തില്ല. ഇനി ഫൈനലി 4 ലൂപ്സ് ഒരുമിച്ച്. ഇനി ചെയിൻ 1 ചെയ്യാൻ മറക്കരുത്, എന്നാലേ നമ്മൾ ഡബിൾ ക്രോഷ്യ 3 സ്റ്റിച്ച് കംപ്ലീറ്റഡ് ആവത്തുള്ളൂ.
ഇനി നമുക്ക് ചെയിൻ 1 സ്പേസിൽ ഇത് ഡബിൾ ക്രോഷ്യ 3 ടുഗദർ നമുക്ക് ടിൽ എൻഡ് വരെ ചെയ്യാം. ടിൽ എൻഡ് വരുമ്പോൾ നമുക്ക് ഒരു സ്റ്റിച്ച് ബാക്കിയുണ്ട്. അതിൽ നമ്മൾ ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് റോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് ചെയിൻ 1 ചെയ്യാം, എന്നിട്ട് ടേൺ. ഇനി നമ്മൾ റോ 6 ആണ് ചെയ്യുന്നത്. റോ 6 ചെയ്യാനായിട്ട് ഫസ്റ്റ് കാണുന്ന സ്റ്റിച്ചിൽ നമ്മൾ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. അതായത് 2 ടൈംസ് സെയിം സ്റ്റിച്ചിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് 3 ടൈംസ് ചെയ്ത ഡബിൾ ക്രോഷ്യ സ്കിപ്പ് ചെയ്തിട്ടുള്ള നെക്സ്റ്റ് സ്പേസിൽ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയിൻ 1 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാണ്. ഇത് സെയിം നമ്മൾ നെക്സ്റ്റ് കാണുന്ന ചെയിൻ 1 സ്പേസിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ് ടിൽ എൻഡ് വരെ. സോ നമ്മൾ ഈ റോ കംപ്ലീറ്റഡ് ആയി. ഇനി ലാസ്റ്റ് സ്റ്റിച്ച് ഉണ്ട്, അതിൽ നമ്മൾ 2 ടൈംസ് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാണ് ലാസ്റ്റ് സ്റ്റിച്ചിൽ. ഇനി നമ്മൾ ചെയിൻ 2 ചെയ്ത് ടേൺ വർക്ക് ചെയ്യാണ്. ഇനി നമ്മൾ 3 തൊട്ട്, അതായത് റോ 3 തൊട്ട് റോ 6 വരെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്. ഞാനിവിടെ 2 ടൈംസ് 4 റോസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനലി ഉള്ളത് സൈസ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സൈസിന് അത്രയും നിങ്ങൾക്ക് ചെയ്യാം. ഇനി ചെയിൻ 1 ടേൺ, ഇനി സിംഗിൾ ക്രോഷ്യ, അതായത് ആ സ്പേസിലെല്ലാം ഞാൻ ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യാണ്. ഒരു ഫൈനൽ ലുക്കിന് വേണ്ടിയിട്ടാണ്. പിന്നെ ജോയിൻ ചെയ്യാൻ സ്റ്റിച്ച് ചെയ്യാൻ ഒരു ഈസിക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ സിംഗിൾ ക്രോഷ്യ ഞാൻ റോ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് യാൺ കട്ട് ചെയ്യാം. ഓക്കെ, നമ്മളതിന് ഫൈനൽ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യാനായിട്ട് റോങ് സൈഡ് റൈറ്റ് സൈഡ് നിങ്ങൾക്ക് ഏതാണ് തോന്നുന്നത് കുറച്ച് ഇതായിട്ട് അതായത് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും നിങ്ങൾക്ക് ഏത് സൈഡാണോ വേണ്ടത് കുറച്ചും കൂടി ഇതായിട്ട് തോന്നുന്നത്, ആ സൈഡ് നിങ്ങൾക്ക് റൈറ്റ് സൈഡായിട്ട് ചൂസ് ചെയ്യാം. ഇനി നമുക്കിത് ജോയിൻ ചെയ്യണം. ഞാനിവിടെ നേരത്തെ ഉള്ള വീഡിയോസിൽ ഞാൻ പൗച്ചൊക്കെ ബോട്ടം സൈഡാണ് സ്റ്റിച്ച് ജോയിൻ ചെയ്തത്. ഇപ്പം ഞാൻ 2 സൈഡാണ്, ബോത്ത് സൈഡ്സ് ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് യാൺ എടുക്കുക, എന്നിട്ട് യാൺ എഡ്ജിൽ അറ്റാച്ച് ചെയ്യാം.
ചെയിൻ 1 ചെയ്ത് യാൺ അറ്റാച്ച് ചെയ്തതിന് ശേഷം സ്ലിപ്പ് സ്റ്റിച്ച് യൂസ് ചെയ്ത് നമുക്ക് ജോയിൻ ചെയ്യാം. സെയിം നമ്മൾ ഓപ്പോസിറ്റ് സൈഡും ചെയ്യാം. സോ നമ്മൾ 2 സൈഡ്സും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ യാൺസ് ഒന്ന് നമുക്ക് ഹൈഡ് ചെയ്യണം. അത് നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ നീഡിൽസ് വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് ഈ യാൺസൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് ബാക്കി വരുന്നത് ജസ്റ്റ് ട്രിം ചെയ്ത് കളയാം. ഇനി നമ്മൾ യാൺസൊക്കെ ഹൈഡ് ചെയ്തു. ഇനി നമുക്കിത് റൈറ്റ് സൈഡ് ഔട്ട് സൈഡ് കൊണ്ടുവരാം. സോ ഇതാണ് നമ്മുടെ സിക്സാഗ് ലോസഞ്ച് പൗച്ച്. ഇനി നമുക്കിത് ഒന്ന് സിബ് നമ്മൾ ചെയ്യുന്നില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാനായിട്ട് ചെയിൻ തന്നെ അറ്റാച്ച് ചെയ്യാണ് ബോത്ത് സൈഡ്സ്. അപ്പോൾ പൗച്ചിൻ്റെ സെൻറ്ററിൽ ഞാൻ അറ്റാച്ച് ചെയ്ത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് ലെങ്ത് എത്രയാണോ ആവശ്യം ആ ലെങ്ത് അനുസരിച്ച് ചേഞ്ച് ചെയ്യാം. 2 സൈഡ്സും സെയിം പോലെ തന്നെ ചെയ്യുക. സോ നമ്മൾ ക്ലോസ് ചെയ്യാനുള്ള ചെയിനും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് ക്ലോസ് ചെയ്യാം. സോ നമ്മുടെ സിക്സാഗ് ലോസഞ്ച് സ്റ്റിച്ച് പൗച്ച് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഫൈനൽ ഒരു എപ്പിസോഡും കൂടെ ഉണ്ട് നമ്മുടെ പൗച്ചിൻ്റെത്. അപ്പം മറക്കാതെ എല്ലാവരും നെക്സ്റ്റ് വീഡിയോയും കാണാൻ ശ്രമിക്കുക. ബൈ.